കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് തയ്ക്കുമെന്ന് അവൾക്കറിയാം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലാതെ ഹെവി ആവേണ്ട വർക്കോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ, ഭയങ്കര ചൂടല്ലേ, അപ്പം അധികം ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊന്നും വേണ്ട, പെട്ടെന്ന് എവിടെയൊക്കെ പോവുകയാണെങ്കിലും പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാവണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഫംഗ്ഷനോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഇടാൻ പറ്റണം എന്നൊക്കെയുള്ള ഡിമാൻഡായിരുന്നു അവൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം അതുപോലെ ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഞാനിതാ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്ത് സിൽക്ക് മെറ്റീരിയലാണ് തോന്നുന്നു, അധികം നല്ല ഒറിജിനൽ സിൽക്കല്ല, സിൽക്ക് ടച്ചുള്ള മെറ്റീരിയലാണ് കേട്ടോ. അത് മീറ്റർ ഞാൻ 3.5 മീറ്ററാണ് ഈ ഒരു ക്ലോത്ത് വാങ്ങിയിട്ടുള്ളത്. മീറ്ററിന് 160 രൂപയാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലേക്ക് മാച്ച് ചെയ്യുന്ന ഷിഫോണിൽ ഒരു ക്ലോത്തും വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് 3 മീറ്ററാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം ഈ ക്ലോത്തിൽ പാൻറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലോത്ത് 4ആക്കി മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ മുകളിൽ ക്ലോത്ത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ലൈൻ വരച്ച് അവിടെ നിന്ന് നമ്മൾ അളവുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ നമ്മുടെ അലാസ്റ്റിക് ഇടാനായിട്ടുള്ള 2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. 1 ഇഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ഇഞ്ച് ഞാൻ അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്ന് നേരെ താഴോട്ട് നമ്മൾ ബോഡിയിൽ നിന്ന് പാൻറ്റ് എത്രയാണോ ലെങ്ത്ത് ആ ഒരു ലെങ്ത്ത് കറക്റ്റ് അളവെടുത്ത ആ ഒരു ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അതിന് നേരെ താഴേക്ക് നമുക്ക് എത്രയാണോ നമുക്ക് മടക്കി തയ്ക്കാൻ, വീതിയിലൊക്കെ തയ്ക്കാനാണെങ്കിൽ ഒരു 3 ഇഞ്ച് കൊടുക്കാം. ഞാനിവിടെ 2 ഇഞ്ച് മടക്കി തയ്ക്കാൻ 2 ഇഞ്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ മുകളിൽ ആ ലൈൻ വരച്ച അവിടെ അരവണ്ണം അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ മുകളിൽ അവിടെ നിന്ന് അരവണ്ണം എന്ന് പറയുന്നത് പാൻറ്റ് ഇടുന്ന ആ ഭാഗത്തുള്ള അരവണ്ണം ഞാൻ ടാപ്പിലെടുത്തപ്പോൾ 30 ഇഞ്ചാണ് അവർക്ക് ഉള്ളത്. അപ്പോൾ അതിന് ഞാൻ 4 ഭാഗമാക്കുമ്പോൾ നമുക്ക് 7 ഇഞ്ച് കിട്ടും. അതിലേക്ക് നമ്മൾ അലാസ്റ്റിക് ഇട്ട് ഇട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് നമ്മൾ താഴെ ഇവിടെ ഒരു ഏകദേശം ഒരു 15.5 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് ഏറ്റവും മുകളിൽ നിന്ന് 15.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് ഇവിടേക്കും കറക്റ്റ് ആ ഒരു 15.5 ഇഞ്ചാണ് ഇങ്ങോട്ടും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. വരച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ കർവ് പോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് അളവുകളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെ നമുക്ക് ലെഗ് റൗണ്ട് നമ്മൾ അളവെടുത്തിട്ടുള്ളത് അതിനെ 2ആക്കിയ അളവും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാൻറ്റിൻ്റെ നമുക്ക് അളവുകൾ കൊടുക്കാനുള്ളത്. എന്നിട്ട് നമ്മൾ ഈ മുകളിൽ നിന്ന് ഈ ഒരു താഴെ ലെഗ് റൗണ്ടിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലൊന്ന് വരച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്ലോത്തും സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നല്ല ഭാഗം കാണുന്ന വിധത്തിൽ ഈ ഒരു ക്ലോത്ത് ഞാൻ ഇവിടെ നിവർത്തി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്കായി മറ്റേ ക്ലോത്ത് നമ്മൾ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ ചീത്ത ഭാഗമാണ് ഈ കാണുന്നത്. നല്ല ഭാഗം ഉള്ളിലേക്ക് 2 പീസിൻ്റെ നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇതുപോലെ ആ ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതൊന്ന് നിവർത്തിയിട്ട് അലാസ്റ്റിക് ഇടാനുള്ള ആ ഒരു ഭാഗമാണ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ മുകൾ ഭാഗത്ത് അരവണ്ണത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ആദ്യം 1/2 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ എത്രയാണോ നമുക്ക് അലാസ്റ്റിക് ഇടാനുള്ള ആ ഒരു വീതി നമ്മൾ ഒരു ഇഞ്ചിൻ്റെ അലാസ്റ്റിക് നമുക്ക് ഇട്ട് കൊടുക്കാൻ എത്ര വീതിയാണ് അലാസ്റ്റിക് വെച്ച് നോക്കിയിട്ട് നമുക്കതിനനുസരിച്ച് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഈ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ഒരു ഇഞ്ച് വീതിയുള്ള അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള വീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ അലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അലാസ്റ്റിക് അവളുടേത് നമുക്ക് 30 ഇഞ്ചാണല്ലോ അരവണ്ണം. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 2.5 ഇഞ്ച് 3 ഇഞ്ചോളം കുറച്ചിട്ടാണ് അലാസ്റ്റിക് 27 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ പിൻ വെച്ച് ഉള്ളിലൂടെ ഇട്ടിട്ട് ഇപ്പുറ സൈഡിലേക്ക് വരുന്നത് പോലെ ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു ഭാഗം നമുക്കൊന്ന് ആദ്യം ഇവിടെ പുറത്തേക്ക് വന്ന ഭാഗം നമുക്കിവിടെ അലാസ്റ്റിക്കും ക്ലോത്തും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഭാഗം ഒന്ന് കറക്റ്റാക്കി അലാസ്റ്റിക് ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി കൊടുത്തിട്ട് അവിടെ 2 സൈഡിലൊന്ന് ഇതുപോലെ ഒന്ന് 2 സൈഡും വലിച്ച് പിടിച്ച് ക്ലോത്തൊക്കെ ഒന്ന് കറക്റ്റ് അലാസ്റ്റിക് കറക്റ്റാക്കിയിട്ട് ഒന്ന് വലിച്ച് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ വലിച്ച് പിടിച്ച് സെൻറ്റർ ഭാഗത്തൂടെ ഞാൻ അലാസ്റ്റിക് ക്ലോത്തായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ വരെ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് അലാസ്റ്റിക് വരുന്ന 2 ഭാഗം ഒരുമിച്ച് പിടിച്ചിട്ട് ഈ ഒരു സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അലാസ്റ്റിക് വരുന്ന ഈ ഒരു ഭാഗം സെൻറ്റർ
ഭാഗത്തേക്ക് വരുന്ന പോലെ ഇതുപോലെ ഒന്ന് പിടിച്ച് നിവർത്തി കൊടുത്താൽ നമുക്ക് പാൻറ്റ് ഏകദേശം പാൻറ്റ് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കാലിൻ്റെ ഭാഗം കൂടി ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യണതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ലെഗ് റൗണ്ടിൻ്റെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിട്ടെടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ മടക്കി തയ്ച്ചിട്ട് ഇതുപോലെ നമ്മൾ ചീത്ത ഭാഗം കാണുന്ന വിധത്തിൽ ഇതുപോലെ മടക്കിയിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ റൗണ്ടായിട്ട് ഒരു ലെഗ് റൗണ്ടിൽ നിന്ന് മറ്റേ ലെഗ് റൗണ്ടിൽ എത്തുന്നത് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 2 ലെഗ് റൗണ്ടും മടക്കി തയ്ച്ച് താഴെ നിന്ന് മറ്റേ ലെഗ് റൗണ്ട് എത്തുന്നത് വരെ ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാൻറ് ഒന്ന് മറിച്ച് പിടിച്ച് നല്ല ഭാഗത്തേക്കൊന്ന് മറിച്ചെടുത്താൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാൻറ് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ ടോപ്പും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻറ്റ് കട്ട് ചെയ്ത ബാക്കി ക്ലോത്തിൽ നിന്ന് ഇങ്ങനെയൊന്ന് 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിട്ടതിന് ശേഷം ഈ താഴ്ഭാഗമൊക്കെ ക്ലോത്തൊക്കെ അങ്ങനെ നിൽക്കുന്ന ഭാഗമാണ് ഞാനിങ്ങനെ കറക്റ്റാക്കി വരച്ച് കൊടുക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ടോപ്പിൻ്റെ ലെങ്ത്ത് 22 ഇഞ്ചാണ്. അപ്പോൾ അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടിയിട്ട് 23.5 ഇഞ്ച് ഞാനിത് അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്കായിട്ട് ഇങ്ങനെ താഴെ വരച്ച അവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെയും കൂടി ഒന്ന് വരച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ 7 ഇഞ്ച് ഷോൾഡർ ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അതേ സെയിം അളവ് നമ്മൾ എത്രയാണോ ഷോൾഡറിന് എടുക്കുന്നത് അതേ അളവ് തന്നെയാണ് കൈക്കുഴിക്കും വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ വേസ്റ്റ് ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. 13 ഇഞ്ചാണ്. അതിലേക്ക് തയ്യൽ തുമ്പൂടി കൂട്ടിയിട്ട് 13.5 ഇഞ്ച് എടുത്തു. അതുപോലെ ഹിപ്പിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ചാണ്. 20 ഇഞ്ച് 1/2 ഇഞ്ച് തൊട്ട് 20.5 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഈ കൈക്കുഴിക്ക് വേണ്ടി അടയാളപ്പെടുത്തുക. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് അവിടെ 36ആണ്. അപ്പോൾ അതിനെ 4 ഭാഗമാക്കിയിട്ട് 9ഉം അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേസ്റ്റിൻ്റെ അളവ് 32ആണ്. അപ്പോൾ 32 എന്ന് പറയുമ്പോൾ 8 ഇഞ്ച് നമുക്ക് 4 ഭാഗമാക്കുമ്പോൾ 8 ഇഞ്ച് കിട്ടും. എന്നിട്ട് അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹിപ്പിൻ്റെ ഭാഗം വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 4 ഭാഗമാക്കുമ്പോൾ 10 ഇഞ്ച് ഞാനൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ 2 ഇഞ്ച് തയ്യൽ തുമ്പും ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഹിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് താഴേക്കുള്ള ആ ഒരു ഇതേ സെയിം അളവ് തന്നെയാണ് ഇവിടെ താഴേക്കും ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്, നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്തിൻ്റെ ഭാഗത്തേക്കും കേട്ടോ. അതുപോലെ ഹിപ്പിൻ്റെ താഴേക്ക് നമ്മൾ ഓപ്പണായിട്ടും ചെറുതായിട്ടൊരു ഓപ്പണും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ചൊന്ന് വരച്ച് കൊടുക്കാം. അതുപോലെ കൈക്കുഴിയുടെ ഭാഗവും നമുക്കൊന്ന് റൗണ്ടാക്കിയതാണ് ഇവിടെ വരച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വരച്ച ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ആ വരച്ച അതിലൂടെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തില്ല. ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ ചെറുതായിട്ടൊരു ഓപ്പൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഭാഗം പെട്ടെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ടോപ്പിനുള്ള സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഇങ്ങനെ ഞാൻ മടക്കി 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ് സ്ലീവിൻ്റെ. അപ്പോൾ അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടി 16.5 ഇഞ്ചാണ് ഞാൻ ആദ്യം അടയാളപ്പെടുത്തിയത്. എന്നിട്ട് ഒരു സൈഡിൽ ഇവിടെ കൈക്കുഴിയുടെ അളവ് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സൈഡിലേക്ക് 2.5 ഇഞ്ച് ഇങ്ങനെ ഇങ്ങോട്ടും ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് മുകളിൽ നിന്ന് ആ ഒരു 2.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞ് ഈ ചെരിവിലിങ്ങനെ ഇതുപോലൊന്ന് ചെരിഞ്ഞ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം നമ്മുടെ കൈക്കുഴി കറക്റ്റ് നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തില്ലേ ടോപ്പിൽ ആ ഒരു അളവ് കിട്ടും. എന്നിട്ട് അതുപോലെ സ്ലീവ് റൗണ്ട് 10 ഇഞ്ചാണ് അവളുടേത്. അപ്പോൾ അതിനെ പകുതിയാക്കുമ്പോൾ 2 നമുക്ക് 5 ഇഞ്ച് കിട്ടും. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ ഒരു വണ്ണുള്ള ഭാഗമല്ലേ അവിടെ 12 ഇഞ്ചാണ്. അപ്പോൾ അതിന് 2 6 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തി അതുപോലെ അതിലേക്ക് 2 ഇഞ്ചോളം ഞാൻ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വരച്ച് അടയാളപ്പെടുത്തിയ ഭാഗമൊക്കെ ഇതുപോലൊന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ്സും നമ്മുടേത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പേപ്പർ ക്യാൻവാസിലാണ് നെക്ക് എടുക്കുന്നത്. അപ്പോൾ 3.25 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 5.5 ഇഞ്ചാണ് അവളുടേത്. അപ്പോൾ അതിലേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടി കൂട്ടിയിട്ട് 6 ഇഞ്ചാണ് ഞാനിവിടെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് അവിടെ സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ വരച്ചിട്ട് നമുക്ക് ഏത് മോഡലിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ റൗണ്ട് നെക്കാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ടോപ്പിലും റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമുക്കിപ്പോൾ സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്കിനുള്ള ക്യാൻവാസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. 3.25 ഇഞ്ച് തന്നെയാണ് നമ്മൾ നെക്ക് വിടുത്തെടുക്കുന്നത്. നമ്മൾ ലെങ്ത്ത് 3.5 ഇഞ്ചാണ് എടുക്കുന്നത്.
അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3 ഇഞ്ച് ലെങ്ത്തിലാണ് ബാക്ക് നെക്ക് കിട്ടുക. അപ്പോൾ അത് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ വരച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്, ഇത് നമ്മുടെ ബാക്ക് നെക്ക്. ഇത് രണ്ടും നമ്മുടെ ടോപ്പിൻ്റെ ക്ലോത്തിൽ ചീത്ത ഭാഗത്ത് വെച്ച് അയൺ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ ടോപ്പിൻ്റെ ഇങ്ങനെ ആ ഒരു ചീത്ത ഭാഗത്ത് വേണം ഇതുപോലെ അയൺ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വരാനായിട്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം മുഴുവൻ നമ്മൾ ആ ക്യാൻവാസിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് തയ്ച്ച് എടുത്തിട്ട് വരാം. എന്നിട്ട് വേണം നമ്മുടെ ടോപ്പിൻ്റെ ക്ലോത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്ക് ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം. സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു നമ്മുടെ ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് ഈ ക്ലോത്തിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയായിട്ട് 1/4 ഇഞ്ച് ഉള്ളിലൂടെയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഉള്ളിലേക്കൊന്ന് മറിച്ച് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് വെച്ച് ഇങ്ങനെ ക്ലോത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചീത്ത ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാം. എടുത്ത് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട് നമുക്ക് നമ്മൾ ഉള്ളിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ. ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് പീസാണിത്. ഫ്രണ്ട് ഭാഗം ഇതിപ്പോൾ ഈ ഒരു ബാക്ക് പീസിൽ ഇതിപ്പോൾ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ കാണുന്നത്. ആ ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ ക്യാൻവാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ഇതുപോലെ വെച്ച് കൊടുത്ത് പിന്നെ നമുക്ക് ഈ ക്യാൻവാസ് കറക്റ്റ് രീതിയിൽ വെച്ചിട്ടൊന്ന് ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമ്മുടെ ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ക്യാൻവാസ് കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് സെറ്റാക്കി വരാം. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്കൊന്ന് മറിച്ച് കൊടുത്താൽ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. എന്നാണ്ടോ ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഷോൾഡർ ഒന്ന് കൂട്ടി കൊടുക്കുന്നത്, കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉള്ള ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിന് ഷേപ്പ് നല്ലൊരു ബോഡി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ്. ഈ ഫ്രണ്ട് പീസിന് ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ നടുഭാഗം മടക്കി കറക്റ്റാക്കി സെൻറ്റർ ഭാഗം മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്തില്ലേ ആ ഒരു അളവ് ഇവിടെ വേസ്റ്റിൻ്റെ ലെങ്ത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഈ ഫോൾഡ് കിടക്കുന്ന ഭാഗത്തു നിന്ന് ഒരു 3.5 ഇഞ്ച് വീതിയിൽ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഭാഗത്തു നിന്ന് മുകളിലേക്കായിട്ട് ഒരു 4 ഇഞ്ച് ലെങ്ത്തിൽ താഴേക്ക് പിന്നെ ഓപ്ഷണലാണ്, നമുക്ക് എത്ര വരെ ഒരു സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനൊരു 4 ഇഞ്ച് താഴേക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ നിന്ന് ആ താഴെ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇതുപോലൊരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഈ ലൈനിൻ്റെ ഇപ്പുറത്തൂടെ ആയിട്ട് ഒരു ഷേപ്പായിട്ട് ഇതുപോലെ തുടങ്ങുമ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒരു ഇതുപോലെ ഇങ്ങനെ ഒന്ന് വളച്ച് ഇതുപോലെ ഇങ്ങോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ നമുക്ക് ഈ ഒരു ഡ്രസ്സിന് ഒരു പ്രത്യേക ഷേപ്പ് കിട്ടും. നമ്മളൊരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ നമുക്ക് ബോഡി ഷേപ്പ് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് അപ്പുറ സൈഡത്ത് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ ഇപ്പുറ ഭാഗത്തേക്ക് കൂടി ഒന്ന് പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് അതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈൻ ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് അതിൻ്റെ പുറത്തൂടെയൊക്കെ ചെറിയൊരു 1/4 ഇഞ്ച് വീതി വരുന്ന രീതിയിൽ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ബാക്ക് പീസിലും അതുപോലെ തന്നെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഇടുമ്പോൾ ഒരു ഷേപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ രീതിയിൽ 2 സൈഡിലും ഒന്ന് തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഈ ഒരു രീതി ഇത്രയും പിടിച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ നല്ല ഷേപ്പായിട്ട് നിൽക്കും. നമ്മുടെ ബോഡിക്ക് അനുസരിച്ചുള്ള ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ 2 ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് ഇതുപോലെ ഒന്ന് നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഒന്ന് നിവർത്തി വെച്ചിട്ട് വിരിച്ചിട്ടിട്ട് നമുക്ക് അവിടെ നമ്മുടെ സ്ലീവ്സ് കട്ട് ചെയ്ത് വെച്ച് സ്ലീവ്സ് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ഭാഗമാണ്. ഈ നല്ല ഭാഗം നമ്മുടെ ടോപ്പിൻ്റെ നല്ല ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ സെൻറ്റർ ഭാഗത്ത്, അതായത് ഷോൾഡർ കൂട്ടിയ ഭാഗത്ത് നമ്മുടെ സ്ലീവ്സിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചിട്ട് 2 സൈഡിലേക്കും ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ സെൻറ്റർ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്ലീവ് പിടിച്ചിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ആ ഭാഗം നമുക്ക് ഷോൾഡർ കൂട്ടിയ ഭാഗത്ത് കറക്റ്റ് വെച്ചിട്ട് 2 സൈഡിലേക്കൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ 2 സൈഡിലേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് 2 സൈഡിൽ
സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. 2 സ്ലീവ്സും ദാ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദാ ഇവിടെ ഇനി മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ എൻഡ് ഭാഗം റൗണ്ട് ഭാഗമല്ലേ അത് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് സ്ലീവിൻ്റെ എൻഡ് ഭാഗം മുതൽ ഇതാ ഒരു 1.5 ഇഞ്ച് വീതിയിൽ, നമ്മൾ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പിട്ടിട്ട് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. ബാക്കി നമുക്ക് ഇട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒന്ന് മെഷർമെൻറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഏകദേശം 1.5 ഇഞ്ച് വീതിയിൽ ഇതുവരെ, അതായത് നമ്മൾ ഓപ്പൺ വെച്ച് കൊടുക്കാൻ വിചാരിച്ചില്ലേ ആ ഒരു ലെങ്ത്ത് വരെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഓപ്പൺ വെക്കാനുള്ളിടത്തൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു വരാം. ഇതുപോലെ നമ്മൾ 2 സൈഡിലും കേട്ടോ, ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഓപ്പൺ വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് 2 എത്തുന്നത് വരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ആ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡബിൾ സ്റ്റിച്ചാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓപ്പൺ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ മെഷീൻമേൽ ഇതുപോലെ നമുക്ക് വിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ഭാഗമല്ലേ ആ ഒരു രീതിയിൽ താഴേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ 2 ആക്കി ഒന്ന് മടക്കി ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറം ഭാഗത്തുള്ള ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി. ആ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ കേട്ടോ. ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുള്ളത് നമ്മുടെ ഒരു ഓപ്പണിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഭാഗം നമ്മൾ 2 ഇതുപോലെ ഒന്ന് പിടിക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുള്ള അതേ വീതി ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ആ ഒരു മടക്കിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ പിടിച്ചിട്ട് അങ്ങനെ അതുപോലെ ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ട് ആ ഒരു വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് 2 സൈഡിൽ നിന്നും ഇതുപോലെ തയ്ച്ച് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഈ 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ച് തയ്ച്ചു കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഓപ്പണിൻ്റെ ഭാഗം വൃത്തിയായിട്ട് തന്നെ കിട്ടും. ആ ഒരു രീതിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ടാവും. ഇവിടെ ഒരു 2 സൈഡിലും മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒറ്റ സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ താഴ്ഭാഗം, നമ്മുടെ ടോപ്പിൻ്റെ താഴ്ഭാഗം കൂടി ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ല ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ടോപ്പ്. ഈ രീതിയിലാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്പണിൻ്റെ ഭാഗവും സ്ലീവ്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അളവുകൾ നമ്മുടെ മെഷർമെൻറ്റ് ഒന്ന് ടാപ്പൊക്കെ വെച്ച് നോക്കിയിട്ട് വീതിയൊക്കെ നമുക്ക് ഷേപ്പാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ആണെങ്കിൽ നമ്മളൊന്ന് ഇട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ കറക്റ്റായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പാൻറ്റും ടോപ്പും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഷിഫോൺ ക്ലോത്തിൽ ഇതിൻ്റെ മുകളിൽ ഇടാനുള്ള ഒരു സ്ലഗ് പോലെ ഇടാനുള്ളൊരു സംഭവമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷിഫോൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 3 മീറ്ററാണുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് യോക്കിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ആ ഒരു വീതിയിൽ 15 ഇഞ്ച് ലെങ്ത്തിലാണ് യോക്കിൻ്റെ ഭാഗം എടുക്കുന്നത്. അപ്പോൾ അതിൽ വീതി ചെസ്റ്റിൻ്റെ അളവിൻ്റെ വീതിക്കനുസരിച്ച് നമുക്ക് 2 ആക്കി ഒന്ന് മടക്കിയിടണം. ടോട്ടലി നമ്മൾ ഈ ഷിഫോണിൽ ചെയ്യുന്ന ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 45 ഇഞ്ച് ലെങ്ത്തിലാണ്. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ 15 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ യോക്കിൻ്റെ ഭാഗത്തിന് വരും. അപ്പോൾ അതിൽ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗമായിരിക്കും നമുക്ക് ഏറ്റവും വീതി കൂടിയ ഭാഗം. കാരണം നമ്മൾ പിന്നെയുള്ളത് വേസ്റ്റിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗം കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് 2 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഭാഗം നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി, തയ്യൽ തുമ്പടക്കി. അപ്പോൾ ആ ഒരു രീതിയിൽ മടക്കിയിട്ട് ഞാൻ ആ ഒരു ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത ക്ലോത്ത് ഒന്നും ഇങ്ങനെ 2 ആക്കി ഒന്നുകൂടി ഒന്ന് മടക്കി ഇപ്പോൾ 4 ആക്കി മടങ്ങിയ രീതിയിൽ ഇതുപോലെ മടക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു യോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 15 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മുകളിലൊരു 1/4 ഇഞ്ച്, താഴ്ഭാഗത്ത് നമുക്ക് ആ ഒരു സ്കേർട്ട് തയ്ക്കാനുള്ള ഒരു 1/4 ഇഞ്ചും വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വെച്ച് 15.5 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടെയും കൂടി ഒരു ലൈൻ വരച്ച് വെക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ അളവുകളൊക്കെ. ഈ ഒരു 2 ലൈനിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ അളവുകളൊക്കെ ഒന്ന്
കൊടുക്കേണ്ടത്. അപ്പോൾ ഷോൾഡർ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഷോൾഡർ നമ്മൾ 7 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ ടോപ്പിൽ ചെയ്ത പോലെ തന്നെ, അതുപോലെ തന്നെ അതേ സെയിം അളവ് നമ്മൾ കൈക്കുഴിക്കും വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ഇതാ ഈ ഒരു 15.5 ഇഞ്ചാണ് അല്ലേ. ഇനി ഇവിടെ ഈ അടയാളപ്പെടുത്തിയ നമ്മുടെ ഇവിടെ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമുക്ക് ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ 36 ഇഞ്ചാണ് ചെസ്റ്റ്. അതിനെ 4 ഭാഗമാക്കിയത് നമുക്ക് 9 ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഷിഫോൺ ക്ലോത്ത് ആകുമ്പോൾ നല്ല ശ്രദ്ധിച്ച് അങ്ങനെ നല്ല ക്ലോത്ത് ഇങ്ങനെ ഇളകിക്കൊണ്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ നമുക്ക് അളവൊക്കെ കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് തയ്ച്ച് വരുമ്പോൾ നമ്മുടെ വിചാരിച്ച പോലെ ആവില്ല, കളവുകളൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ കറക്റ്റ് നല്ല പിടിച്ച് ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടൊക്കെ അളവ് കൊടുക്കുന്നതും കട്ട് ചെയ്യണമൊക്കെയാണ് നല്ലത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവൊക്കെ നമ്മളിവിടെ കൊടുത്ത് അവിടെ ഇങ്ങനെ കൈക്കുഴിയൊക്കെ വരച്ചിട്ടുണ്ട്. ഇനി വേസ്റ്റിൻ്റെ അളവ് ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട്. അവിടേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ വരക്കുന്നതിന് മുമ്പായിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗത്തേക്കാണ് നമ്മൾ താഴ്ഭാഗത്ത് ഇതാ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് കൊടുക്കുന്നത്. നമ്മൾ താഴേക്ക് ഇങ്ങനെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ താഴ്ഭാഗം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കാതെ നല്ല വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്കൊരു വളഞ്ഞിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നെക്കും കൂടി നമുക്കൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ നെക്കിന് വേണ്ടിയിട്ട് അതായത് ആദ്യം ഞാൻ ബാക്ക് നെക്കാണ് വരച്ചെടുക്കുന്നത്. 3 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ ഈ ഒരു വിടുത്തെടുക്കുന്നത്. കാരണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ്, ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത പീസ് വെച്ചിട്ടാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് മടക്കി വരുമ്പോൾ ഒരു 1/4 ഇഞ്ച് പോകും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു 1/4 ഇഞ്ചോളം പോകും. അപ്പോൾ നമുക്ക് 3.5 ഇഞ്ച് കിട്ടും. അതുപോലെ ലെങ്ത്ത് ആണ് എടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 1.5 ഇഞ്ചാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2 ഇഞ്ച് കിട്ടും. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ നെക്ക് വിടുത്ത് നമ്മൾ അതുപോലെ തന്നെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. പക്ഷേ ലെങ്ത്ത് എടുക്കുന്നത് 10 ഇഞ്ചാണ്. ഇതുപോലെ 10 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ആ മുകളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോൾഡായി കിടക്കുന്ന ഭാഗത്ത് ഈ ഭാഗത്തും നമ്മൾ 10 ഇഞ്ച് ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ വരച്ചിട്ട് ഒന്ന് നമുക്ക് ഒരു റൗണ്ടിൽ വരച്ച് കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ട് ആ ഭാഗവും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ്. അതിൻ്റെ നെക്ക് ഇങ്ങനെ ഇത്ര ഇറക്കത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മുടെ ബാക്ക് നെക്ക് 2 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 2.5 ഇഞ്ചോളം വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ക്രോസിൽ കട്ട് ചെയ്ത പീസ് വെച്ചിട്ടാണ്. ഇതുപോലെ അങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത പീസ് ഇതുപോലെ 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അത് 2ആക്കി മടക്കി നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ നല്ല ഭാഗത്ത്, അതായത് ഈ ഒരു ക്ലോത്തിൽ നല്ല ഭാഗമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് ഒരു നല്ല സൈഡ് എന്നുള്ളത് നമ്മൾ വിചാരിച്ച ആ ഭാഗത്ത് നമ്മൾ ആദ്യം ഒന്ന് 2ആക്കി മടക്കിയിട്ട് ഇങ്ങനെ നെക്കിൻ്റെ ഭാഗത്ത് തയ്ച്ചിട്ട് ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുത്ത് ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ട്. അതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്ലീവ്സിൻ്റെ ഭാഗത്ത് നമുക്ക് സ്ലീവ് വെച്ചെടുക്കുന്നില്ല. നമ്മുടെ സ്ലീവ് നമ്മുടെ ടോപ്പിൻ്റെ നമ്മൾ നേരത്തെ തയ്ച്ച ടോപ്പിലുള്ള ആ ഒരു സ്ലീവാണ്. ഇതിൽ നമ്മൾ സ്ലീവ്സ് ഇല്ലാതെയാണ് നമ്മുടെ ശ്രഗ് തയ്ക്കുന്നത്. അപ്പോൾ അതും ഇതേപോലെ ക്രോസ് പീസ് വെച്ച് നല്ല ഭാഗത്ത് വെച്ച് തയ്ച്ചെടുത്ത് ചീത്ത ഭാഗത്ത് മറിച്ച് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് 1.5 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസുകളാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ 2ആക്കി മടക്കിയിട്ട് നല്ല ഭാഗത്ത് വെച്ച് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. എന്നിട്ട് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ച്ചത് ഇതുപോലെ സെറ്റാക്കി നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കൈക്കൂടെ ഭാഗവും തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചീത്ത ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് അവിടെ കൂട്ടി തയ്ക്കാം. നമ്മൾ 2 പീസും തമ്മിൽ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റാക്കി ഒന്ന് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം വരെ ഇതുവരെ നമ്മൾ ഏകദേശം നമുക്ക് തയ്യൽ തുമ്പുണ്ടല്ലോ, നമ്മൾ 2 ഇഞ്ചാണല്ലോ എടുത്തല്ലോ, അപ്പോൾ ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതി നമുക്ക് എടുക്കാം. എന്നിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ 2 സൈഡിലും തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് പീസില്ലേ, ആ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലൊന്ന് പിടിക്കണം. എന്നിട്ട് സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടി തയ്ച്ച് നമ്മൾ 2 സൈഡിലും കൂട്ടി സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ഒരു ഭാഗം കറക്റ്റാക്കി പിടിച്ചാൽ നമുക്ക് സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് കിട്ടും. ഈ രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ
സെൻറ്റർ ഭാഗം ഇതാ ഇതുപോലെ കട്ട് ചെയ്യാം. ഫുള്ളായിട്ടാണ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താവും ഇതാ ഇതുപോലെ ഒന്ന് ഓപ്പണായിട്ട് കിട്ടും. ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് താഴേക്ക് നമുക്ക് താഴേക്ക് ഒരു സ്കേർട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ മുകളിലുള്ള ഈ യോക്കിൻ്റെ ഭാഗം ഇതുപോലെ നല്ല ഭാഗം കാണുന്ന രീതി ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ഇത് ഓപ്പണാക്കി കട്ട് ചെയ്തില്ലേ, ആ ഒരു ഭാഗം മുതൽ നമ്മളിങ്ങനെ അളന്നെടുക്കണം. അളവ് നമുക്ക് ഇപ്പുറം ഭാഗം എത്തുന്നത് വരെ എത്ര കിട്ടുന്നുണ്ടെന്ന് ഇതാ ഇതുപോലെ പിടിച്ചിങ്ങനെ ഒന്ന് അളവ് എടുക്കാം. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം പിടിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് വലിച്ച് പിടിക്കുകയൊന്നും ചെയ്യരുത്. നോർമലായിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എത്രയുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 39 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഈ മൊത്തത്തിൽ കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഭാഗത്തു നിന്ന് മറ്റേ ഭാഗം വരെ ആയിട്ട് 39 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ സ്കേർട്ടിനുള്ള അളവാണ്, അതിൻ്റെ അരവണ്ണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം നമ്മൾ 2.5 മീറ്റർ ക്ലോത്ത് ഉണ്ടാവും ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത്. അത് നമ്മളിതാ ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് നമ്മൾ അംബ്രല്ല കട്ടിങ്ങിൽ നമ്മൾ കട്ട് ചെയ്യില്ല, അതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. ആദ്യം നമ്മൾ ക്ലോത്ത് ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് അവിടെ നിന്ന് ക്രോസ് ആക്കിയിട്ടൊന്ന് മടക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 45 ഇഞ്ചാണല്ലോ. അതിൽ 15 ഇഞ്ച് നമുക്ക് നമ്മുടെ യോക്ക് പാട്ടിൽ പോയി. അപ്പോൾ താഴ്ഭാഗത്ത് ഇനി നമുക്ക് 30 ഇഞ്ചാണ് വേണ്ടത്. അതിലേക്ക് നമ്മൾ തയ്യൽ തുമ്പ് അടക്കി നമുക്ക് ഏകദേശം ഒരു 31.5 ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് ഈ സ്കേർട്ട് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് അരവണ്ണം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ 39.5 ഇഞ്ചാണ് അല്ലേ നമുക്ക് അരവണ്ണത്തിന് അവിടെ നമ്മൾ അളവിൽ നിന്ന് എടുത്ത് കിട്ടിയത്. അപ്പം അത് 4 ഭാഗമാക്കുമ്പോൾ നമുക്കൊരു ഏകദേശം 10 ഇഞ്ച് വേണം. അപ്പോൾ ആ 10 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത്, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതായത് 9 ഇഞ്ച് വീതിയിലാണ് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് അളവിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് 4 ഭാഗമാക്കി അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയത്. അവിടെ നിന്ന് താഴേക്ക് നമുക്ക് 31.5 ഇഞ്ച് ലെങ്ത്ത് കിട്ടണം. അതായത് 30 ഇഞ്ചിലേക്ക് താഴ്ഭാഗത്ത് 1 ഇഞ്ച് മടക്കി തയ്ക്കാനും പിന്നെ നമ്മുടെ സ്കേർട്ട് ആ ഒരു യോക്ക് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും 1/2 ഇഞ്ചായിട്ട് അങ്ങനെ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം. 31.5 ഇഞ്ച് നമുക്ക് കിട്ടുക. ഈ സൈഡിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോത്തിൽ മൊത്തത്തിൽ കിട്ടും. അപ്പോൾ ഈ ഭാഗം കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ ആദ്യം നോക്കിയാൽ ഇവിടെ കിട്ടുന്നുണ്ട്. ലെങ്ത്ത് നമുക്ക് 32-33 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഭാഗം കിട്ടുന്നതുകൊണ്ട് നമ്മളിതാ ഇവിടെ ആദ്യം ഒന്ന് 31.5 ഇഞ്ച് ഇങ്ങനെ ഇതുപോലെ വെച്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടെ 33 ഇഞ്ചോളം ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തി ഇവിടേക്കൊക്കെ ആ ഒരു 31.5 ഇഞ്ച് ലെങ്ത്ത് ഇവിടെയൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ആ ഒരു ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. തയ്യൽ തുമ്പ് അടക്കിയിട്ടുള്ള ഒരു ലെങ്ത്താണിത്. ഈ റൗണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മളിവിടെ 9 ഇഞ്ച് അരവണ്ണം എടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ 39 ഇഞ്ചാണ് നമുക്ക് അരവണ്ണം ഉണ്ടായിരുന്നത്. അതിന് 4 ഭാഗമാക്കിയിട്ട് 10 ഇഞ്ച്, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 9 ഇഞ്ചാണ് നമ്മൾ അരവണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ താഴ്ഭാഗം ആ ഒരു 31 ഇഞ്ച് ലെങ്ത്തിലും റൗണ്ടായിട്ട് വരച്ചത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, നമ്മുടെ യോക്ക് പാട്ട് ആയിട്ട് കൂട്ടി തയ്ച്ച് കൊടുക്കണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഭാഗത്ത് വേണം തുടങ്ങാൻ, സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഓപ്പണായി കിടക്കുന്ന ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗം നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഓപ്പണായി കിടക്കുന്ന ഭാഗത്ത് മുകളിൽ ആ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഇതുപോലെയാണ് വെച്ച് കൊടുത്ത് ഇങ്ങനെ താഴെ ഇങ്ങനെ സ്കേർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ വലിച്ച് പിടിച്ച് തയ്ക്കരുത്. നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ മുകളിലുള്ള യോക്ക് പാട്ട് ഇങ്ങനെ ആദ്യം നല്ല ഭാഗം നമ്മൾ മെഷീനിലൊക്കെ തയ്ക്കുകയാണെങ്കിൽ തയ്ക്കുമ്പോൾ ഇതുപോലെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ക്ലോത്ത് താഴേക്കുള്ള സ്കേർട്ട് ഇതുപോലെ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഓപ്പണിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ മറ്റേ സൈഡിലെത്തുന്നത് വരെ തയ്ച്ചെടുത്താൽ മതി. എക്സ്ട്രാ എന്തെങ്കിലും ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് അങ്ങനെ എക്സ്ട്രാ ഉള്ളത് കൊണ്ട് തന്നെ ബാക്ക് പീസിൽ അങ്ങനെ 2 ഞൊറി ചെറുതായിട്ടൊന്ന് മടക്കി ഞൊറിവായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മുൻഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുകയാണല്ലോ. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെ ഒന്ന്
മടക്കി തയ്ച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു ക്ലോത്ത് വെച്ചിട്ട് ഇവിടെ ആദ്യം ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് മറിച്ച് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ക്രോസ് പീസൊന്നും വേണ്ട, സാധാരണ നമുക്ക് ക്ലോത്ത് മതി, ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത പീസൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ വെച്ച് തയ്ക്കണം. അപ്പോൾ അത് തയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതാ നമ്മളിവിടെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇതുപോലെ ഒരു കയർ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കയർ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പീസിലെ ആ മുകൾ ഭാഗത്തും അതുപോലെ നമ്മൾ സ്കേർട്ട് തയ്ച്ചില്ല ആ ഒരു ഭാഗത്തും അങ്ങനെ 2 കയർ 2 സൈഡിലും വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ആ ഒരു വെച്ച് ഈ ഒരു കയർ വെച്ച് ആദ്യം ഒന്ന് തയ്ച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഈ ഒരു 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു പീസ് 2 മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് തയ്ച്ചിട്ട് നമുക്ക് നല്ല ഭാഗത്ത് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത ഭാഗത്തേക്ക് ഇങ്ങനെ മറിച്ച് തയ്ച്ചെടുത്താൽ മതി. ക്രോസ് ആയിട്ടുള്ളതൊന്നും വേണ്ട, സാധാരണ ലെങ്ത്തിൽ നമുക്ക് എടുത്താൽ മതി. നമ്മുടെ ടോപ്പിന് എത്ര ലെങ്ത്തിൽ ആ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു കയർ ഞാൻ ടോപ്പിൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് കയർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഒന്ന് വെച്ച് തയ്ച്ചത് ശേഷം നമുക്ക് എവിടെയാണ് കെട്ടേണ്ടത്, അപ്പോൾ നമ്മുടെ മുൻഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ആ ഒരു നെക്ക് തുടങ്ങുന്ന ആ ഭാഗത്തായിരിക്കും ആദ്യത്തെ കയർ വെച്ച് കൊടുക്കുക. രണ്ടാമത്തേത് നമ്മളെ സ്കേർട്ട് തയ്ച്ച ആ ഒരു ഭാഗത്തും വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഈ 2 ഇതുപോലെ 2 പീസും വെച്ച് ഉള്ളിലേക്ക് ആദ്യം നല്ല ഭാഗത്ത് വെച്ച് തയ്ച്ച് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ താഴ്ഭാഗവും 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ കയറും കെട്ടിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. താഴ്ഭാഗം വരെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓപ്പണായിട്ട് മുൻഭാഗത്ത് നമുക്ക് ഓപ്പണായിട്ട് ഇങ്ങനെ സ്ട്രിഗ് പോലെ കിടക്കുന്നുണ്ട്. താഴ്ഭാഗവും ഞാൻ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷിഫോണിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങിയിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയായിട്ട് തന്നെ മക്കൾക്ക് ഇട്ടാൽ എല്ലാം ഭംഗിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ നമ്മുടെ പാൻറ്റും ടോപ്പൊക്കെ അതും നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ പാൻറ്റ്. ഇതൊക്കെ നമ്മൾ ഇത്രയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് മോള് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കൂടി ഒന്ന് നോക്കിയാലോ. ആദ്യം അവൾ പാൻറ്റും ടോപ്പ് മാത്രമായിട്ടിട്ട് ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലുമൊക്കെ പോകാനായാലും ഒരു ടൗണിൽ പോകാനായാലും ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് കറങ്ങാൻ പോകാനായാലും ഒക്കെ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. അധികം ടൈറ്റ് ആക്കണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ടൈറ്റ് ആക്കാത്തത്. അവൾക്ക് ഈ ഒരു കുറച്ചൊരു ലൂസായി കിടക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് എന്നാലും ഷേപ്പായിട്ട് നിൽക്കുന്നത് കണ്ടോ. ബാക്കൊക്കെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് വരുന്നതുകൊണ്ട് നല്ല ഷേപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ടോപ്പുള്ളത്. അതുപോലെ ഈ ഒരു സ്ട്രഗ് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഇടുമ്പോൾ നമുക്കിതൊരു ഫംഗ്ഷൻ ഇടുന്ന ഒരു മോഡലും കൂടി ആവും. അതായത് ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഫംഗ്ഷനോ എന്തൊരു കല്യാണമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പാൻറ്റും ടോപ്പിലേക്ക് ഈ ഒരു കോട്ടും കൂടി ഇടുമ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വരുന്ന ഒരു മോഡലും കൂടി ആവും. അപ്പോൾ അതാണ് ഈ നമ്മുടെ ഉള്ളിലിട്ട ആ ഒരു ടോപ്പ് വേണമെങ്കിൽ നമുക്ക് പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇഞ്ച് ചെയ്തിട്ട് ഇട്ടാലും ഒന്നുകൂടി ഭംഗി ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. നല്ല അടിപൊളിയായിട്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം.